നിങ്ങൾക്ക് എല്ലാവർക്കും എന്റർടൈൻമെന്റിന് വേണ്ടി വളരെ രസകരമായ കുറേയധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ടസ്റ്റ് മൊമെന്റ് സീരീസിലെ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിൽ പലരും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനോ ട്രൈ ചെയ്യാനോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതാ പുതിയൊരു ഐറ്റം. ഇതാണ് ഗായ്സ് ഇഫ്താർ സ്പെഷ്യൽ ഒരപ്പം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആട്ടോ. ഇഫ്താറിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇതിന്. അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെന്നുള്ള ആൾക്കാര് ഈ ലക്കത്തെ വനിത നോക്കിയാൽ മതി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല, പുറം നാട്ടിൽ വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയ മലയാളികളുടെ മനോഹരമായൊരു നിമിഷം. ചോദിച്ചു പോയവൻ നിങ്ങൾക്ക് സ്വാഗിന്റെയും ആറ്റിറ്റ്യൂഡിന്റെയും ഒക്കെ അങ്ങേറ്റം കാണണോ? ഇതാ കണ്ടോ. I got a record, but I'm clean as they come. I'm Godzilla. When they see me, they run. I strip down to my skin and my bones. I love huskies, but I feel like a wolf. Umbi. Umbi പോയി. ഓ சொல்ல மாட்டேன். എങ്ങോട്ട്? എന്തായാലും ആ കുട്ടിയുടെ ആഗ്രഹമല്ലേ, അവളെ കൂടി കൊണ്ടുപോകോ സൊള്ളമാട്ടേക്ക്. എഞ്ചിനീയറിംഗിന്റെ ഓൺലൈൻ ക്ലാസ് എടുത്ത് എന്തായാലും വെറുതെ ആയില്ല. ഈ ഒരു അനുഭവം നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ കപ്പ പിടിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം വരാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, വെള്ളം വരുന്ന ഭാഗത്തേക്ക് കപ്പ അങ്ങ് പിടിക്കാം. നമുക്കറിയാം AI ക്യാമറകളൊക്കെ എല്ലായിടത്തും പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അത് പ്രമാണിച്ചപ്പോൾ ആളുകൾ നിയമം പാലിച്ച് വണ്ടി പിടിക്കാൻ തുടങ്ങിയോ? സംഭവം വർക്കൗട്ട് ആയോ എന്ന് അറിയണ്ടേ? പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് സാറ്. ആളുകളൊക്കെ നിയമമൊക്കെ പാലിച്ച് തന്നെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. എന്താ കറക്റ്റാണ്, പാലിക്കുന്നുണ്ട്, എല്ലാവരും കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മാത്രം അല്ലാതെ പോകുന്നതല്ലേ. അവരെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത്. എന്തായാലും ഇല്ല അതാണ് അതല്ല, അതായത് നമ്മൾ പ്രതികരണം തേടിയ പോലീസ് ഉദ്യോഗസ്ഥർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇതാണ് പ്രശ്നം. പാലിക്കുന്നുണ്ട്, എല്ലാവരും കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ നിയമം പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്, എല്ലാതും കറക്റ്റാണ് അത്രേ. പോലീസുകാർക്ക് പിന്നെ അതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമ്മളൊരു വ്ളോഗാണ് കാണുന്നത്. ഉടന്മാർ എന്താണ് പറയുന്നത് എന്നറിയില്ല, എന്തായാലും കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് మറ്റొരു సంభవం ఉండేది. మీకోసం బియాండ్ ద సీన్స్ నేను రైల్వే స్టేషన్ వచ్చినా, ఇది ఎంఎంటీఎస్ పోతుంది, మేము చూడొచ్చు. ఇంత మంచి సీన్స్ ఉంది. ഈ ലെറ്റർ ചലഞ്ച് പുതിയ ഐറ്റം ആണല്ലേ. എന്തായാലും സംഭവം നൈസാണ്. ഈ ചേച്ചി ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നോക്കാം. രാവിലെ എന്ത് കഴിച്ച്? ആപ്പിള് കിണറ്റീന്ന് ആമേ. ജോലിക്ക് പോയി എന്ത് കിട്ടും? ആഹാരം കിട്ടും. ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? അനിയും പോവാ ചേട്ടൻ പോവാ. ആട്ടുതൊട്ടില് ആരെ കിടത്തുന്നേ? എന്റെ അച്ഛന്. ഇതെന്താണ്? ഇതേത് പുതിയ ടൈപ്പ് ജീവി? നമ്മളിപ്പോ എല്ലാവരും ഓൺലൈനായിട്ടൊക്കെ ഡ്രസ്സ് മേടിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. குவாலிட்டி இருக்காதுரி. இது இல்ல இது 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 நல்லா இருக்கா? சும்மா வீட்டுக்கு நல்லா இருக்கு. குவாலிட்டி இருக்குமா? ரிவ்யூ பார்க்கலாம். റിവ്യൂ നല്ല തീരുമാനം. ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ റിവ്യൂ നോക്കി വാങ്ങുന്നത് നല്ലതാണ്. പാറ്
എന്താണ് നിങ്ങൾക്ക് റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജെന്യൂൻ റിവ്യൂ ഇട്ടപ്പോൾ കളിയാക്കുന്നു. നമ്മൾ പലതരം ഫോട്ടോഷൂട്ടുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഫോട്ടോസ് മാത്രമേ കാണാറുള്ളൂ. അതിന്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് കാണാറില്ല. കുട്ടി മുകളിൽ പോയിട്ടിരിക്കുകയാണ്. കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് അവൻ കയറി പോകുന്നുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ആ കുട്ടി മുകളിൽ എങ്ങനെ എത്തി? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ വളരെ യൂസ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഗേറ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. കുറച്ചൊക്കെ ആശ്വാസം കിട്ടും. എന്താ സാറേ പ്രശ്നം? ഗേറ്റ് എങ്ങനെ തുറക്കുക? കോമഡി ആയാലും ഇതിപ്പോ എന്തിനാ ഉണ്ടാക്കിക്കണേ? അതാ കോമഡി. എന്താണ് അമ്മച്ചി കുട്ടികളുടെ കലാവിരുദ്ധ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ? മോനെ രാജകീയമായ എൻട്രി എന്നൊക്കെ പറഞ്ഞത് ഇതാണ്. നമ്മളിപ്പോൾ പുതിയതായി ഏതെങ്കിലും ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഏതെടുക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഫോൺ. ഇതാകുമ്പോൾ പിന്നെ ഏതെടുക്കണം എന്ന് ചൂസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യമില്ല, എല്ലാ ഇതിൽ തന്നെ ഉണ്ട്. ഒരു കാടളകി വരുന്നുണ്ട്. ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഈ ഐഫോണുള്ള ഒരു ആപ്പിളിന്റെ ലോഗോ കാണിക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ ടാറ്റു കാണിക്കാൻ നോക്കിയതാണല്ലേ. ഇനി നമുക്കൊരു ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് കാണാം. اوكي ما حد يلمس ليه ما انا اقول لكم ها؟ صبعت. لا ما يلمس انا اخبر. ويت ايوه 1 2 3 كل واحد يلمس. يلا المس المس. ايوه شو هذه؟ هاي عجين. لا حد يشيل ايده അയ്യോ, ആ കണ്ണ് തുറക്കുമ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് ഖേദിക്കേണ്ടി വരും. خلوا يدكم كل واحد يخلي ايده. اوكي حط انت تبغي. اوكي حط ايوه കുര്യന് ഒരു സപ്ലൈ ഇല്ലെങ്കിൽ ഞാൻ തലവട്ട അടിച്ചിട്ട് ഒരു സപ്ലൈ ഇല്ലെങ്കിൽ നീ തലവട്ട അടിക്കും നാളെ. ആ വാക്കുകൾ കേട്ടാലേ അറിയാം അവൻ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെന്ന്. ഒരു അടിയിലല്ലോ. 3 സപ്ലൈയോ? പ്രകൃതി
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.